ഹലോ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെ കൂടിയും നാനിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ക്രീമിയും ടേസ്റ്റിയും അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സോയ ചങ്ക്സ് കറിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. നമുക്ക് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഒരു 1-2 കപ്പ് സോയ ചങ്ക്സ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ചെറിയ കുഞ്ഞു കുഞ്ഞു അങ്ങനത്തെ ആയിട്ടുള്ള സോയ ചങ്ക്സാണ്. ഒരു 2 കപ്പ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കതൊരു ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് കൊടുക്കാം. നമുക്കൊരു 2 മിനിറ്റ്സ് വേവിച്ചിട്ട് ഒരു 10 മിനിറ്റ് അവിടെ നിന്ന് 10 മിനിറ്റ് നമുക്കൊന്ന് അവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ചൂടുവെള്ളത്തിലോട്ട് ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മളൊരു 4 to 5 ടൈംസ് അത് പിഴിഞ്ഞ് അതിലെ വെള്ളം കളയുക. അതുപോലെ തന്നെ ഒരു പതപതപ്പ് ഉണ്ടാകും. അത് പതപതപ്പ് മാറണ വരെ ചിലപ്പോൾ ഒരു 3 ടൈംസ് കൊണ്ട് മാറും, അല്ലെങ്കിൽ ഒരു 4 ടൈംസ് അത് അങ്ങനെ പിഴിഞ്ഞ് വെള്ളം മാറ്റി പിഴിഞ്ഞിട്ട് കൊടുക്കുക. ലാസ്റ്റ് നന്നായിട്ട് പിഴിഞ്ഞ് അതിലുള്ള വെള്ളം നമുക്ക് എത്ര പിഴിഞ്ഞ് കളയാൻ പറ്റുമോ അത്രയും പിഴിഞ്ഞ് കളഞ്ഞ് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ സോയ ചങ്ക്സ് വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും ചെയ്യുന്നൊരു പ്രൊസീജിയർ ആയിരിക്കും. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഈ ചെയ്യുന്ന സ്റ്റെപ്പ് ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഇതിന് സോയ ചങ്ക്സിന് കുറച്ച് മസാല പുരട്ടി വെക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അങ്ങനെ കുറച്ച് നേരത്തേക്ക് മാത്രമായിട്ട് ഇങ്ങനെ മസാലകൾ പുരട്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് മസാലയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. കഴിക്കുമ്പോൾ മസാല പിടിക്കാത്ത മാതിരി ഒരു പച്ച ടേസ്റ്റ് വരുന്ന മാതിരി തോന്നും. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് കുറച്ചൊന്ന് മസാല പുരട്ടി വെക്കുന്നുണ്ട്. അധികം നേരം പുരട്ടി വെക്കുന്നില്ല, ജസ്റ്റ് മസാല ഗ്രേവിയൊക്കെ ഒന്ന് റെഡി ആവുന്ന ടൈം വരെ ഞാൻ അതിലേക്ക് മസാല പുരട്ടിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഞാനപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കായത്തിൻ്റെ പൊടി ഒക്കെയാണ് ഇട്ട് കൊടുക്കുക. നമ്മൾ നോർമൽ ഇടുന്ന മസാലകൾ തന്നെ. പിന്നെ അതിൽ ഗരം മസാല ഇല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് എല്ലാവരും ഇച്ചിരി വെച്ചിട്ടാണ് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടിയായാലും മഞ്ഞൾപ്പൊടിയായാലും. കാരണം നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ അതിൽ എല്ലാ മസാലകളും ഇടുന്നതാണല്ലോ. അത് ജസ്റ്റ് ഒന്ന് സോയ ചങ്ക്സിൽ പിടിക്കാൻ മാത്രമായിട്ട് ഇച്ചിരി മസാലപ്പൊടികൾ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത്തരം വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ സോയ ചങ്ക്സ് ഒക്കെ ഒന്ന് മസാല പിടിക്കുന്നതായിരിക്കും. നമുക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഒരു വലുതും ഒരു കുഞ്ഞിതാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 തക്കാളി വരെ എടുക്കാം കേട്ടോ. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് പാനിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് ഒന്നിനൊക്കെ കൊടുക്കാം. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 5 സ്പൂൺ തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ കൊത്തുണ്ടെങ്കിൽ അത് ഒരു 5-6 പീസ് അങ്ങനെയായാലും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 5 സ്പൂൺ തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി സോട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം. എന്താ കുറച്ച് വാടിയതാണ്. ഒരു കൈപ്പിടിയൊക്കെ സ്റ്റെമ്മോട് കൂടി മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 5-10 കാഷ്യൂ ആണ്. നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടത് തക്കാളിയാണ്. തക്കാളി എങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞാലും അല്ലെങ്കിൽ കുറച്ച് വലിയ പീസായാലും കുഴപ്പമില്ല. നമ്മളിത് എങ്ങനെയായാലും ഗ്രേവി മിക്സിയിലിട്ട് അടിക്കാൻ പോകുന്നതാണ്. അപ്പോൾ കുഴപ്പമില്ല. ഞാനിപ്പോൾ ചോപ്പറിലൊന്ന് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തക്കാളി ഒന്ന് നന്നായിട്ട് വേവാനായിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കേണ്ട, അല്ലാതെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. തക്കാളിയൊക്കെ വെന്ത് വരുമ്പോൾ നമുക്കത് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കുറച്ച് നേരം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കും. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന തക്കാളി സവോളയുടെ കൂട്ടൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് മിക്സിയുടെ ഗ്രൈൻഡറിലിട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറേ വെള്ളം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ.
ഇതിങ്ങനെ ഗ്രീൻ കളർ വന്നേക്കുന്നത് നമ്മുടെ മല്ലിയില ഞാൻ കുറച്ച് കൂടുതലിട്ടേക്കുന്നത് കാരണമാണ് കേട്ടോ. നല്ല റെഡ് കളർ മല്ലിയില ഇട്ടില്ലെങ്കിൽ തന്നെ നമ്മുടെ ഇത് നല്ല ടൊമാറ്റോൻ്റെ റെഡ് കളറായിട്ട് വരും. ഇനി ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ഞാനപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാനപ്പോൾ ഇതിലേക്ക് കടുകാണ് പൊട്ടിച്ച് ഒഴിക്കുന്നത്. ആക്ച്വലി ഇതിലേക്ക് റെസിപ്പിയിൽ വേണ്ടത് ജീരകമാണ്. പക്ഷേ എൻ്റെ മോൾക്ക് അങ്ങനെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ കടുക് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജീരകം പൊട്ടിക്കണമെങ്കിൽ ജീരകം ഇട്ട് പൊട്ടിക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ചെടുത്ത മിക്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം നന്നായിട്ട് സ്ലോ ആയിട്ട് വെക്കാം. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ടൈമിൽ നമ്മുടെ ഉപ്പ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എല്ലാവരും കൂടി ഒന്ന് മിക്സായി ഒന്ന് തിളച്ചൊക്കെ വരുമ്പോൾ നമുക്കതിലേക്ക് ഇനി മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കാശ്മീരും രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരും നോർമൽ മുളക് പൊടിയും ഹാഫ് സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മുളക് പൊടി ഒരു 3/4 സ്പൂണോളം അങ്ങനെ ആയാലും ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇത് ആഡ് ചെയ്താൽ ഒരു ഫ്ലേവറും ഒരു ടേസ്റ്റും കിട്ടും. നിങ്ങൾക്കിപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമ്മളത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വേവാൻ കൊടുക്കുക. അതിൽ നിന്ന് ഇങ്ങനെ ഓയിൽ സെപ്പറേറ്റ് ചെയ്ത് വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു 4 to 5 മിനിറ്റ്സ് ആകുമ്പോഴേക്കും അത് നമ്മുടെ ഗ്രേവിയിൽ നിന്ന് ഓയിലൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വരുന്നത് കാണും. അപ്പോൾ നമ്മൾ നേരത്തെ മസാല പുരട്ടി മാറ്റി വെച്ചിരുന്ന സോയ ചങ്ക്സ് ഇതിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വേറെ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ട. ജസ്റ്റ് ആ ഗ്രേവിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റോളം ഒന്ന് വേവിച്ച് ഒരു 5-6 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 5 to 6 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് സോയ ചങ്ക്സ് ഒക്കെ വെന്തു ആ ടൈമിൽ വരുന്ന ഒരു ടെക്സ്ചറാണ്. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ടെക്സ്ചറായിട്ട് ഇരിക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിൽ തന്നെ ഓഫ് ചെയ്യാം. ഈ ഒരു ഡിഷ് നമുക്ക് റൊട്ടിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ നാൻ അങ്ങനെ എന്തിൻ്റെ കൂടെയും നമുക്ക് ഡിഷ് സൈഡായിട്ട് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഇന്ന് സെർവ് ചെയ്യുന്നത് ചപ്പാത്തിയുടെ കൂടെയാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ചൂടുവെള്ളം ഒരു 1/2 ഗ്ലാസോളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ഒരു മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി ആയിട്ട് ഇതായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ലാസ്റ്റിൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂക്കി കൊടുക്കണം. എൻ്റെ കയ്യിൽ മല്ലിയില സ്റ്റോക്ക് കഴിഞ്ഞു, അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. നിങ്ങൾ ലാസ്റ്റിൽ ഉണ്ടെങ്കിൽ ഒരു കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. സെർവ് ചെയ്യുന്ന ടൈം ആകുമ്പോഴേക്കും ഒന്നും കൂടി തിക്നെസ് ഒന്നും കൂടി കൂടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. എല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.